അപ്പൊ ഞാൻ പ്രദാനം ചെയ്തിട്ടുള്ളത് പാപ്പനംകോട് വാർഡിലായിരുന്നു മുന്നേ. അപ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരമ്മ, ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് ഓടിക്കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും എന്റെ മകനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോലീസിന്റെ അടുത്ത് കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അതെന്താണ്, സ്വന്തം മകനല്ലേ, എന്തിനാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞത്, ഒരു നിവൃത്തിയുമില്ല വീട്ടിലെ മകനെ കൊണ്ട് എന്റെ മകൾക്ക് ഒന്ന് ഡ്രസ്സ് മാറാൻ പോലും ആ റൂമിനകത്ത് അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് കയറാൻ സാധിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. വളരെ വിഷമത്തോടു കൂടി ഓടിയാണ് വരുന്നത്. കാരണം ആ അമ്മ തടയാൻ ചെന്നപ്പോൾ ആ മകൻ വെട്ടുകത്തിക്കൊണ്ട് ആ അമ്മയെ ഓടിക്കുകയാണ്. അപ്പൊ അമ്മ ഒരു രക്ഷയുമില്ലാതെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ നാട്ടുകാരൊക്കെ തന്നെ, അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ആ പയ്യനെന്ന് പറയുമ്പോൾ 10-22 വയസ്സ് മാത്രമേ ഉള്ളൂ. സ്വന്തം സഹോദരി വസ്ത്രം മാറുന്നത് പോലും അവനതൊരു അന്യായിട്ടാണ് അത് കണ്ടത്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നത് സ്വന്തം സഹോദരിയാണെന്നോ അമ്മയാണെന്നോ പോലും ആ പയ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ലഹരി അവനെ അത്രയ്ക്ക് അടിമയാക്കി കഴിഞ്ഞു. ആദ്യമൊക്കെ തന്നെ വളരെ ഒരു സുഹൃത്തുക്കൾ പറയും, വെറുതെ ഒരു രസത്തിന് നമുക്ക് ലഹരി ഒന്ന് നുണഞ്ഞു നോക്കാം, നിന്റെ സ്ട്രെസ് മാറും, അല്ലെങ്കിൽ നിനക്കൊരു വല്ലാത്തൊരു ആനന്ദം കിട്ടും, അതുകൊണ്ട് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് നമ്മളോട് പറയും. അപ്പോ ചിലപ്പോൾ എന്തെങ്കിലും വിഷമത്തിലായിരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നായിരിക്കും ആദ്യം ഇതിന്റെ തുടക്കം. പക്ഷെ പിന്നീട് അത് ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത രീതിയിൽ അടിമപ്പെട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. നിരവധിയായിട്ടുള്ള യുവാക്കളൊക്കെ തന്നെ ഇതിന് അടിമപ്പെട്ട് സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം, അവരെ പോലും ഉപദ്രവിക്കുന്ന സാഹചര്യം, നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യം ഒക്കെ തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മറ്റൊരു വിഷയം, ഒരു പയ്യൻ ഏകദേശം ഒരു 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ അമ്മ ഹരിതകർമ്മസേന പ്രവർത്തകയാണ്. ഹരിതകർമ്മസേനയ്ക്ക് പോകുമ്പോൾ രാവിലെ അമ്മ 4 മണിക്കൊക്കെ തന്നെ ഹരിതകർമ്മസേന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകും. തിരിച്ചു വരുമ്പോ ചിലപ്പോ വൈകി. അപ്പോ മക്കളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോ കാരണം ഈ മകൻ ലഹരിക്ക് അടിമയാണോ എന്നൊന്നും ഈ അമ്മയ്ക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം. പലതവണ പോലീസ് നിരവധിയായിട്ടുള്ള കേസുകളും ഒക്കെ തന്നെ ഈ പയ്യന്റെ പേരിൽ അടിപിടി കേസും ഒക്കെ തന്നെ പിടിച്ചു. അപ്പോൾ പലതവണ നമ്മളോട് പറഞ്ഞു, കാരണം കൗൺസിലറാണ്, ഹരിതകർമ്മസേനയുടെ അംഗമായത് കൊണ്ട് തന്നെ പലതവണ നമ്മൾ പോലീസിനോട് പറഞ്ഞു. കാരണം ചെറിയ ഒരു കുട്ടിയാണ്, അറിയാതെ പറ്റിയതാണ്, എങ്ങനെയെങ്കിലും ആ പയ്യൻ സ്റ്റേഷനിൽ നിന്ന് വിടണമൊക്കെ തന്നെ നമ്മൾ പലതവണ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കറിയില്ല ഈ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടതാണെന്ന് അറിയില്ല. ഒരു ദിവസം നമ്മൾ അറിഞ്ഞ ഈ കുട്ടി ഹോസ്പിറ്റലിലാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റു ഹരിതകർമ്മസേന അംഗങ്ങളോട് ചോദിച്ചു, ഇതെങ്ങനെ ഈ കുട്ടി ഹോസ്പിറ്റലിലായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ആ കുട്ടി വർഷങ്ങളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടതായിരുന്നു. അത് കിട്ടാത്ത വന്ന സാഹചര്യത്തിൽ, അത് സയന്റിഫിക് ഡ്രഗ് എന്തോ ആണ് സംഭവം, അതിന് വ്യക്തമായിട്ട് എനിക്ക് സിന്തറ്റിക് ഡ്രഗ് എന്തോ ആണ്. അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യത്തിൽ സ്വന്തമായിട്ട് കൈ അലമാരയിൽ അടിച്ചു പൊട്ടിച്ചു, തല കൊണ്ട് അലമാരയിൽ ഇടിച്ചു. അപ്പോൾ ഈ അലമാരയിൽ അടിച്ചു പൊട്ടിച്ചപ്പോൾ അതിന്റെ ഗ്ലാസ് കൊണ്ട് കൈ കട്ടായി, അതിന്റെ വെയിൻ കട്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ അമ്മ, നമ്മളെപ്പോഴും പറയും, നമ്മളെ നമ്മുടെ മക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാൽ അവരെ കേൾക്കാൻ തയ്യാറായാൽ അവരുടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. രാവിലെ മുതൽ സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ മക്കള് ഏത് രീതിയിൽ പോകുന്നു, ഏതൊക്കെ കൂട്ടുകെട്ടിൽ പോകുന്നു എന്ന് അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോ ഈ മകൻ കൂട്ടുകെട്ടിൽ സ്കൂളിൽ പോകാതെ അവിടെ നിന്ന് മുതിർന്ന, അതായത് തന്നെക്കാൾ മുതിർന്ന ആളുകളുടെ കൂട്ടുകൂടി ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം. ഈ കുട്ടി വയ്യാതെ കിടന്നപ്പോഴാണ് ഈ കുട്ടിക്ക് ഈ ലഹരി കിട്ടാത്ത വന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ സ്വന്തം ശരീരത്തെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ദിനം പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കത് ചെയ്യുമ്പോൾ ബോധം പോലും ഉണ്ടാകില്ല. നമുക്കറിയാം, നമ്മുടെ നമ്മളെല്ലാവരും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു കൊലപാതകമുണ്ടായിരുന്നു, അഖിൽ കൊലക്കേസും അതുപോലെ അനന്തു കൊലക്കേസും. ഇതൊക്കെ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു സാഹചര്യം, നമ്മൾ എൻക്വസ്റ്റിന് പോയപ്പോൾ പോലീസ് ഞങ്ങളോട് പറഞ്ഞത്,
ഇത്രയും മൃഗീയമായിട്ട് ഈ 10-20 വയസ്സ് 17 മുതലുള്ള പിള്ളേരാണ് അതിനകത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത്രയും മൃഗീയമായിട്ട് ഒരാളെ എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു എന്നാണ് അവർ ചോദിച്ചത്. കാരണം ഞാൻ ഇൻക്വസ്റ്റ് സ്ഥലത്ത് പോയിട്ടുള്ളതായിരുന്നു. തല കൊണ്ട് ആ ചുമരിൽ ഒരു 10-20 വട്ടം ഇടിച്ച് പൊട്ടിക്കുകയായിരുന്നു. തലയോട്ടി അത്രയ്ക്ക് പൊട്ടിച്ചു. വെയിൻ കട്ട് ചെയ്ത ശേഷം ബ്ലൈഡ് കൊണ്ട് കട്ട് ചെയ്ത് കളിച്ച് അവസാനം അതിന്റെ ആ എല്ല് കാണുന്ന വരെ അതൊന്ന് കട്ട് ചെയ്ത് അത് ആസ്വദിക്കുകയായിരുന്നു. കാരണം ഈ കുട്ടി മരണപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിന്റെ വേദന ആസ്വദിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ആ വെയിൻ കട്ട് ചെയ്യുന്നതിന് മാത്രമല്ല ആ ബ്ലഡ് പോയ ശേഷം അതിന്റെ ഉള്ളിലുള്ള എല്ല് കാണുന്നവരെ കട്ട് ചെയ്യും. അതിനുശേഷം അതിന്റെ കണ്ണിന്റെ മുകളിൽ സിഗരറ്റ് വെച്ചു. അങ്ങനെ വളരെ മൃഗീയമായിട്ട് സ്വന്തം കൂടെയുള്ള ഒരു അതായത് കൂടെ കളിച്ചു വളർന്ന ഒരു പയ്യനെ ഇങ്ങനെയും കൊല്ലാൻ സാധിക്കുമോ എന്നാണ് അവിടെ കൂടി നമുക്ക് എല്ലാവർക്കും തോന്നിയത്. പിന്നീട് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഈ അതിന്റെ ആ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ വാർഡിലുള്ളതായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാനൊരു ദിവസം ഇതിലൊരാളുടെ അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മകനെ പോയി ജയിലിൽ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇതേ ആളുകളാണ് രണ്ടാമത് വേറൊരു അത് അഴകൽ ഭാഗത്ത് അഖിൽ എന്ന് പറഞ്ഞ കുട്ടിയെ കൊലപ്പെടുത്തിയതും ഇതേ പ്രതികൾ തന്നെയായിരുന്നു. കാരണം അന്ന് അവർക്ക് വലിയ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടികൾ പുറത്തിറങ്ങിയ ശേഷം നമ്മളെല്ലാം കണ്ടതാണ് ആ കുട്ടി അഖിൽ എന്ന് പറഞ്ഞ ആ കുട്ടിയെ ക്രൂരമായിട്ട് കല്ലൊക്കെ കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ എന്നോട് ഒന്ന് ചോദിച്ചു, എന്റെ മകനെ 2 അടി കൊടുത്ത് വിടാമായിരുന്നില്ല, എന്തിനാണ് ഈ പല്ലിയെ അടിച്ചു കൊല്ലുന്നത് പോലെ എന്റെ മകനെ കൊന്നത് എന്നാണ് അച്ഛൻ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ ശേഷം ഈ കുട്ടിയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മകനെ പോയി കണ്ടായിരുന്നോ, ജയിലിൽ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ കണ്ടു. അപ്പൊ മകൻ എന്താണ് പറഞ്ഞത്, ചെയ്തതിന് എന്തെങ്കിലും കുറ്റബോധമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഓർമ്മയില്ല എന്നാണ്. കാരണം 2 കൊലപാതകങ്ങൾ ചെയ്തു, എന്നിട്ടും ഈ കുട്ടികൾ പറയുന്നത് അവരെന്താണ് ചെയ്തത് എന്ന് അവർക്ക് ഓർമ്മയില്ല എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് എത്ര മാരകമായിട്ടുള്ള ഒരു വില്ലനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വന്തം ജീവിതം മാത്രമല്ല, കുടുംബക്കാരെ പോലും തകർക്കുന്ന, സ്വന്തം വീട്ടിലെ കുടുംബക്കാരെയും ബന്ധുക്കളെയും എന്താ പറയുക സമൂഹത്തെ പോലും തകർക്കുന്ന ഒരു വലിയൊരു വില്ലനാണ് ലഹരി എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കില്ല എന്ന് തമാശ രൂപേണ പറയും. പക്ഷെ ഇത് തമാശയല്ല, ഓരോരുത്തരുടെയും ജീവിതം തന്നെ, കുടുംബം തന്നെ നശിപ്പിക്കുന്ന ഒരു വലിയൊരു വില്ലൻ തന്നെയാണ് ലഹരി എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇങ്ങനൊരു ധർണ നടത്തിയത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് സ്കൂൾ പരിസരത്തുള്ള പല കടകളും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള നമുക്ക് ലഹരി വസ്തുക്കളൊക്കെ തന്നെ ചെറിയ കടകളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ കണ്ടതായിരിക്കും. ഇത് നമ്മൾ പരിശോധിക്കാൻ കാരണം നിരവധി അമ്മമാരുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും ഒക്കെ തന്നെ റിക്വസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവർ പറഞ്ഞു, കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണ്, നിരവധി തവണ പല പരാതികളും ഒക്കെ തന്നെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ രക്ഷിക്കണമെന്ന് ഓരോ അമ്മമാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പരിശോധന നമ്മൾ നടത്തുവാനായിട്ട് തയ്യാറായത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതുകൊണ്ടൊന്നും നമുക്ക് ലഹരിയെ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. നിരവധിയായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോഴും ലഹരി വളരെ വ്യാപകമായിട്ട് തന്നെ കച്ചവടം നടത്തുന്നുണ്ട്. വളരെ വ്യാപകമായിട്ട് തന്നെ നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ടത്, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും ഒന്നും തന്നെ ലഹരി ഉപയോഗിക്കില്ല, അതിനായി നമ്മളാരും സമ്മതിക്കില്ല, നമ്മുടെ ചുറ്റുമുള്ളവരും ഉപയോഗിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. നമ്മുടെ നാടിനെ സംരക്ഷിക്കണം. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. ലഹരിക്കെതിരെ നമുക്കൊരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മഹിളാ ഐക്യവേദിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു ലഹരിക്കെതിരെ. അപ്പോൾ അത് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ആയിരക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ച നിവേദനമായിട്ട് എക്സൈസ് മിനിസ്റ്റർക്ക് കൈമാറുകയാണ്.